ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൃപയാൽ നമുക്ക് ദൈവ സാന്നിധ്യത്തിൽ കടന്നു വരുവാൻ ദൈവമായി കർത്താവ് സഹായിച്ച് ദൈവത്തിൻ്റെ വലിയ ദൈവോത്ത് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ചിന്തയിലേക്ക് ഞങ്ങൾ കടക്കുന്നു. ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് റോമലേഖനം 6-ാം അധ്യായം അതിനെ 15-16 വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റോമലേഖനം 6-ാം അധ്യായം 15-16 വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കട്ടെ. എന്നാൽ എന്ത്, ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ നാം പാപം ചെയ്യുക എന്നോ ഒരു നാളും അരുത്. നിങ്ങൾ ദാസന്മാരെ അനുകരിക്കുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നുവെന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ റോമലേഖനം 6-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട പാഠ്യവിഷയം എന്ന് പറയുന്നത് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം എന്നുള്ളതാണ് ആ വിഷയം. അല്ലെങ്കിൽ പ്രസൻറ്റ് റൈച്ചസ്നസ്, ഇപ്പോഴത്തെ നീതിയുടെ അവസ്ഥ. ഈ ഒരു വിഷയമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. പിന്നിലേക്ക് ഞാൻ കടന്നു പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ടിടയായിത്തീർന്ന ഭാഗം ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ അതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പോകുവാൻ ആഗ്രഹിക്കും. നമ്മൾ ചിന്തിച്ചത് 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ കൂടെ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നത്, എങ്ങനെ നമുക്ക് പാപം ചെയ്യാതെ ജീവിക്കുവാനായിട്ട് സാധിക്കും. അതിൻ്റെ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അന്ന് നമ്മെ പഠിപ്പിക്കുവാൻ ഇടയായിത്തീർന്നത്. അതിൻ്റെ 1-ാമത്തെ ഭാഗം പറയുന്നു therefore, ആകയാൽ. എന്താണ് ആകയാൽ എന്നുള്ള വാക്കിൻ്റെ മീനിങ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. അത് പറയുന്നത് 12-ാമത്തെ വാക്യത്തിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ ഞാൻ അന്ന് പറയുവാനിടയായിട്ടുള്ള ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവദാസന്മാർ അനേകരുടെ ജീവിതം ഞാൻ നിങ്ങളുടെ മുമ്പാകെ പ്രസൻറ്റ് ചെയ്തു. ദാവീദിൻ്റെ ജീവിതം, യോബിൻ്റെ ജീവിതം തുടങ്ങി എല്ലാവരുടെയും ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി അവർ ഒരുക്കപ്പെടുവാൻ ഇടയായി തീർന്നത് അവരുടെ ജീവിതത്തിൽ എടുത്തിരുന്ന ഒരു തീരുമാനമാണ്. ദാനിയേലിനെ കുറിച്ച് മറ്റെല്ലാവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിരുന്നു. അതുകൊണ്ട് വളരെ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നമ്മൾ ജയമെടുക്കുവാൻ ഇടയായി തീരണമെങ്കിൽ, പാപം ചെയ്യാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തീരുമാനമാണ്. ഞാൻ പാപം ചെയ്യത്തില്ല.
ദൈവസന്നിധിയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആ വിഷയമായിട്ട് കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിന് പറയുവാൻ ഒരു കാര്യമേ ഉള്ളൂ: എൻ്റെ കൃപ നിനക്ക് മതി. ഇതാണ് ദൈവമക്കൾക്കുള്ള വലിയ അനുഗ്രഹമെന്ന് പറയുന്നത്. കൃപയാൽ നമുക്ക് ജയമെടുക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് രാത്രിയിൽ അടുത്ത പോർഷനിലേക്ക്, നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നേരത്തെ നമ്മൾ നോട്ട് ചെയ്തത് 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ പ്രധാനമായിട്ട് ഒന്ന് നോട്ട് ചെയ്യുന്നത് വളരെ അനുഗ്രഹമായിരിക്കും. അതാണ് ബൈബിൾ പഠനത്തിന് വളരെ നല്ലത്. 15 മുതൽ 23 വരെയുള്ള വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത് വി ആർ സ്ലേവ്സ് ടു ഗാഡ്. നാം ദൈവത്തിൻ്റെ അടിമകൾ എന്നുള്ള ഭാഗമാണ്, ഒരു കൺസെപ്റ്റാണ് നമ്മളിവിടെ കാണുവാനിടയാകുന്നത്. റോമലേഖനം 6-ാം അധ്യായം 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് വി ആർ സ്ലേവ്സ് ടു ഗാഡ്. നാം ദൈവത്തിന് അടിമകളാകുന്നു എന്നുള്ളതാണ് അവിടെ പഠിപ്പിക്കുന്നത്. പ്രധാനമായിട്ട് ഇവിടെ ഈ ഒരു ചാപ്റ്ററിലേക്ക്, ബാക്കിയുള്ള 15 എന്നുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മുടെ ഓൾഡ് റിലേഷൻസ് ടു സിൻ, നമ്മുടെ പഴയ ബന്ധം, പാപവുമായിരിക്കും നമ്മുടെ പഴയ ബന്ധം. ആൻഡ് നൗ അവർ റിലേഷൻഷിപ്പ് ടു ഗാഡ്, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം. ഈ 2 ബന്ധങ്ങളെയാണ് ഈ ഭാഗത്ത് നമ്മെ പഠിപ്പിച്ചുകൊണ്ടെങ്കിൽ നോട്ട് ചെയ്താട്ട്. റിലേഷൻഷിപ്പ് ടോൾഡ് ഓൾഡ് നേച്ചർ അല്ലെങ്കിൽ സിൻ, ആൻഡ് ന്യൂ റിലേഷൻഷിപ്പ് ടു ഗാഡ്. അപ്പോസ്തലനായ പൗലോസ് ഈ പ്രത്യേകമായിരിക്കുന്ന വിഷയം ക്ലാരിഫൈ ചെയ്യാനായിട്ട് 2 ഇലസ്ട്രേഷനാണ് പൗലോസ് കൊടുക്കുന്നത്. 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഒരു യജമാനും അടിമയുമായിരിക്കുന്ന ബന്ധം, എ മാസ്റ്റർ ആൻഡ് സ്ലേവ് റിലേഷൻഷിപ്പ്. ഈ പ്രത്യേകമാർക്ക് സത്യം പഠിപ്പിക്കുവാൻ തക്കവണ്ണം 2 അലങ്കാരികമാർക്ക് 2 ഭാഗങ്ങളാണ് താൻ വെളിപ്പെടുത്തുന്നത്. ഒന്ന്, ഒരു യജമാനും അടിമയുമായിരിക്കുന്ന ബന്ധം. 2, ഒരു ഭാര്യയും ഭർത്താവുമായിരിക്കുന്ന ബന്ധം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ്. അതാണ് റോമൻസ് ചാപ്റ്റർ 7 വേഴ്സ് 1-6. റോമലേഖനം 7-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ പഠിപ്പിക്കുന്നത് അതാണ്. റോമലേഖനം 7-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഒന്ന്, നിങ്ങളുടെ ചിന്തയിലേക്ക് വീണ്ടും ഞാനൊന്ന് വായിപ്പിക്കട്ടെ. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്നാൽ, 15-ാമത്തെ വാക്യം: എന്നാൽ എന്ത്, ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ നാം പാപം ചെയ്യുക എന്നോ? ദൈവത്തിൻ്റെ ദാസൻ പറയുന്ന ഒരു വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അവിടെ ചൂണ്ടിക്കാണിക്കുന്നൊരു ഭാഗമെന്ന് പറയുന്നത്, എന്നാൽ എന്ത്, ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അത്രേ അധീനരാകിയാൽ നാം പാപം ചെയ്യുക എന്നോ ഒരു നാളും അരുത്. അപ്പോസ്തലനായ പൗലോസ് ഈ ഒരു പർട്ടിക്കുലർ വിഷയങ്ങളെ വീണ്ടും ആവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വായിച്ചാട്ട് 6-ാം അധ്യായം 1-ാമത്തെ വാക്യം, ചാപ്റ്റർ 6 വേഴ്സ് നമ്പർ 1. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്ന കൂട്ടം ആൾക്കാരെന്ന് പറയുന്നത് പാപികളെ അല്ല. നിങ്ങൾക്കറിയാം, 1, 2, 3 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് പാപികളായിരിക്കുന്ന മനുഷ്യരെയാണ്. 4-ാം അധ്യായം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളിവിടെ കാണുന്നത് പാപികളായിരിക്കുന്ന മനുഷ്യരല്ല, പിന്നെയോ നീതിമാന്മാരെ അവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഇവിടെ 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പാപത്തിൽ കിടക്കുന്ന ഒരു ജനത്തെ അല്ല പൗലോസ് അഭിസംബോധന ചെയ്യുന്നത്, പിന്നെയോ നീതിമാന്മാർ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു കൂട്ടം ജനത്തോടാണ് പൗലോസ് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ സംസാരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ ആദ്യം തുടങ്ങുന്നത്. ആകയാൽ നാം എന്ത് പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. അപ്പോൾ നമ്മൾ ഈ വാക്യം നമ്മൾ പഠിക്കുവാനിടയായിത്തീർന്നു. പാപം കടന്നു വരുമ്പോൾ, പാപം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കൃപ പെരുകുന്നു. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? നമ്മൾ അന്ന് പഠിച്ചതാണ്. ആ വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്,
ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, നാം നമ്മുടെ പാപം അവനോട് ഏറ്റുപറയുമെങ്കിൽ അവൻ നമ്മുടെ സകല പാപവും ക്ഷമിച്ച്. ശ്രദ്ധിച്ചോണേ, ആ വേർഡ് സകല പാപവും ക്ഷമിച്ച്. ദൈവത്തിൻ്റെ ദാസൻ വീണ്ടും പറയപ്പെടുന്ന ഭാഗം പ്രകാരമാണ്, നിങ്ങളുടെ പാപങ്ങൾ എത്ര ചുവപ്പായിരുന്നാലും. ശ്രദ്ധിച്ചോണേ, ആ ഡിഗ്രിയെ നമ്മളിവിടെ കാണുക. അപ്പോൾ പലരുടെയും പാപത്തിന് ദൈവത്തിൻ്റെ മുൻപാകെ പല ഡിഗ്രി ആയിരിക്കും ഉള്ളത്. ചിലർ മര്യാദ പാപികളായിരിക്കും, ചിലരല്ലാത്തവരായിരിക്കും. അപ്പോസ്തലനായ പൗലോസ് തന്നെ ഉൾപ്പെടുത്തുമ്പോൾ താൻ പറയുന്നൊരു ഭാഗം ഇങ്ങനെയാണ്: ആ സകല പാപികളെക്കാൾ ഏറ്റവും വലിയ പാപി ഞാനാണ്. കാരണം താൻ കഴിഞ്ഞ നാളുകൾ ചെയ്തിട്ടുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നോക്കുമ്പോൾ തനിക്ക് കാണുവാൻ സാധിക്കുന്നത് മറ്റുള്ളവരുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ അവർ ചെയ്തിട്ടുള്ളതിനേക്കാൾ വലിയ പാപമാണ് പൗലോസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, പൗലോസിന് പാപക്ഷമ ലഭിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചപ്പോൾ ദൈവം പൗലോസിന് അധികം കൃപ കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്കറിയാം, ഓരോ പ്രാവശ്യവും നമ്മൾ പാപം ചെയ്തു, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നാം കടന്നു ചെന്നു. നമ്മുടെ പാപം ദൈവത്തോട് നാം ഏറ്റു പറയുമ്പോൾ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ നമ്മുടെ സകല പാപവും ക്ഷമിച്ച് നമ്മെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഇത് ലോകമക്കളോട് പറയുന്നതല്ല. ഇത് ദൈവത്തിൻ്റെ ദാസൻ അപ്പോസ്തലനായ യോഹന്നാൻ പറയപ്പെടുന്നൊരു വേർഡാണ്. ദൈവത്തോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുന്ന ഒരു കൂട്ടം ജനത്തിന് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അപ്പോൾ ദൈവമക്കളെന്ന് പറയപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരോട് പൗലോസ് പറയുന്നു, നമുക്ക് പാപം ഇല്ല എന്ന് പറയുന്നത് നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മളില്ല. എന്നിട്ട് പിന്നെ പറയുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം. ശ്രദ്ധിച്ചോണേ, നെക്സ്റ്റ് വേർഡ് സകല പാപവും പോക്കി. അവിടെ ഒരു ഡിഗ്രിയെ നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ അതാണ് അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? അങ്ങനെയെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമുക്ക് ദൈവം ധാരാളമായിട്ട് കൃപ തരും. എന്തിനു വേണ്ടി? ആ പാപക്ഷമയ്ക്ക് വേണ്ടി. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, നമ്മൾ കൃപയെക്കുറിച്ച് നമ്മൾ പഠിച്ചതായ സമയത്ത് കൃപയെ നമ്മൾ 2 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഒന്ന് സേവിങ് ഗ്രേസ്. അത് നമ്മെ രക്ഷിപ്പാൻ മാത്രമേ സഹായിക്കത്തുള്ളൂ. നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതാണ് സേവിങ് ഗ്രേസ്. രണ്ടാമത്തെ ഗ്രേസ് ആണ് വർക്കിംഗ് ഗ്രേസ്. അത് പ്രവർത്തിപ്പിക്കുന്ന കൃപയാണ്. ആ പ്രവർത്തിക്കുന്ന കൃപയാണ് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ ഉപയോഗിക്കുന്നത്. ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ദൈവം നമ്മെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആ സേവിങ് ഗ്രേസിൽ നിൽക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെയോ നമ്മൾ ആ സേവിങ് ഗ്രേസ് പ്രാപിച്ചവർ ആ വർക്കിംഗ് ഗ്രേസിലേക്ക്, പ്രവർത്തിപ്പിക്കുന്ന കൃപയിലേക്ക് നമ്മൾ മൂവ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇവിടുത്തെ വചനമെന്ന് പറയും, ഇവിടെ നമ്മൾ പഠിക്കുന്ന ഭാഗമെന്ന് പറയുന്നത് കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നോ? അപ്പോൾ എന്താ ഈ സംഭവിക്കുന്നത്? ഇവിടെ വെളിപ്പെടുത്തുന്നത് ഒരു വർക്കിംഗ് ഗ്രേസിനെ കുറിച്ചല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. ഇവിടെ പഠിപ്പിക്കുന്നത് ഒൺലി സേവിങ് ഗ്രേസ്. സേവിങ് ഗ്രേസിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇറ്റ്സ് ഒൺലി സേവ്സ്. അതെന്നെ രക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ദൈവത്തിന് വേണ്ടി പ്രയത്നിപ്പാൻ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ അത് നമ്മളെ സഹായിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പാപങ്ങൾ ദൈവം നമ്മോട് ക്ഷമിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഇവിടെ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനത്തോട്, അല്ലെങ്കിൽ നീതീകരണം പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കളോട് പൗലോസ് അപ്പോസ്തലൻ സംസാരിക്കുമ്പോൾ പറയുന്നൊരു ഭാഗമാണ്, ഇനി ഞാൻ എന്താ പറയേണ്ടത്? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നോ? ഒരു നാളും അരുത്. അപ്പോൾ പാപം ചെയ്തു കഴിഞ്ഞാൽ അത് സേവിങ് ഗ്രേസ് നമുക്ക് കിട്ടി, നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കുന്നു, നമ്മൾ വീണ്ടും നീതിമാന്മാരായിത്തീരുന്നു. പക്ഷേ അത് ഒരു കണ്ടിന്യൂവസ് പ്രോസസ്സായിട്ട് തീരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നില്ല.
നീതിമാന്മാരായിട്ട് നമ്മളെ വെച്ചിരിക്കുന്ന സമയത്ത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ആ നീതീകരണം പ്രാപിച്ച ലെവലിൽ തന്നെ നിന്നുകൊണ്ട് ദൈവമായിരിക്കുന്ന ബന്ധത്തിൽ മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു നാളും അരുത്. എന്നിട്ട് ഇപ്പോൾ പറയുന്ന വേർഡിലേക്ക് നിങ്ങൾ വീണ്ടും മടങ്ങി വന്ന വേഴ്സ് നമ്പർ 12, 12ാമത്തെ വാക്യം. ആകയാൽ പാപം നിങ്ങളുടെ മർത്തൃ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ 15ാമത്തെ വാക്യം, നമ്മുടെ ചിന്തയുടെ വാക്യം. എന്നാൽ എന്ത് ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ നാം പാപം ചെയ്യുക എന്നോ? അപ്പോസ്തലനായ പൗലോസ് അടുത്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. നാം ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ, എന്നിട്ട് ചോദിക്കുന്നത് നാം പാപം ചെയ്യുകയെന്നോ? അപ്പോൾ നമ്മളിന്നായിരിക്കുന്നത് കൃപയുടെ കീഴിലാണ്. ഇതെന്തുകൊണ്ടാണ് താൻ ഇവിടെ പറഞ്ഞുവെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ 14ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ്, വേഴ്സ് നമ്പർ 14, 14ാമത്തെ ശ്രദ്ധിച്ചിരിക്കണേ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുക. അപ്പൊ ഇതാണ് ആ ഒരു 15ാമത്തെ വാക്യത്തിൻ്റെ ഒരു അതിൻ്റെ ആ വാക്യം എഴുതാൻ തക്കമുള്ള ഒരു കാരണമായത്. 14ാമത്തെ വാക്യത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ് 15. 14ാമത്തെ വാക്യം പറയുന്നത് നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല, നിങ്ങൾ ഇന്ന് അധീനരായിരിക്കുന്ന ഏതിനാ? കൃപയ്ക്കത്രേ അധീനരാകയാൽ. എന്ത് ചെയ്യത്തില്ല? പാപം നിങ്ങളുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തില്ല. നിങ്ങൾ പാപം ചെയ്യത്തില്ലെന്നല്ല, പക്ഷെ ഒരു കാര്യം സംഭവിക്കും, പാപം നിങ്ങളെ വാഴുകയില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിമത്വത്തിന് കീഴിൽ എനിക്ക് വരാനായിട്ട് പറ്റത്തില്ല. ഞാൻ അതൊന്ന് വിശദീകരിക്കാം താഴോട്ട് കടന്നു പോകുമ്പോൾ. അപ്പോൾ ഇവിടെ പറയുന്ന അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നിങ്ങൾ കൃപയ്ക്ക് അധീനരാണ്. അതുകൊണ്ട് നിങ്ങൾ ന്യായപ്രമാണം നിങ്ങളുടെ ജീവിതത്തിൽ ന്യായപ്രമാണത്തിന് അല്ല നിങ്ങൾ ആധാരമായിരിക്കുന്നത്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് കൃപയിൽ നിങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് പാപം ചെയ്യാനുള്ള ലൈസൻസ് സ്വർഗത്തിലെ ദൈവം തന്നിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ഒരു വലിയ ആത്മീയ സത്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി, ഒരു ദൈവ പൈതൽ വിശുദ്ധീകരണം പ്രാപിച്ച് നീതീകരണം പ്രാപിച്ച ഒരു ദൈവ പൈതലിന് ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം പാപത്തിന് അധീനരാകാതെ ജീവിപ്പാനായിട്ട് സാധിക്കും. പാപം ചെയ്യത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, പാപം നമ്മളെ കർത്തൃത്വം നടത്താതെ മുൻപോട്ട് പോകുവാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കും. കാരണം ഈ കാലഘട്ടം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ആ കൃപയുള്ളത് കൊണ്ട് സകല പ്രതികൂലങ്ങളിൽ നിന്നും എൻ്റെ എല്ലാവിധമായിരിക്കുന്ന അടിമത്വത്തിൽ നിന്നും എനിക്ക് പൂർണ്ണമായിരിക്കുന്ന ജയം എടുക്കുവാനായിട്ട് സാധിക്കും. ഇതാണ് താനിവിടെ പ്രസൻറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രത്യേകമായിട്ട് 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളെ ഞാൻ 3 ഭാഗങ്ങളായിട്ട് തിരിക്കുവാൻ പോകുകയാണ്. 15 മുതൽ 23 വരെയുള്ള ഭാഗങ്ങൾ 3 ഭാഗങ്ങളായിട്ട് തിരിക്കുവാൻ പോകുന്നു. ദ ഫസ്റ്റ് പോർഷൻ, ദ റെസ്പോൺസ്. നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കണം? ദ റെസ്പോൺസ്, വേഴ്സ് 15 and 16, 15, 16 വാക്യം. എങ്ങനെയായിരിക്കണം നമ്മൾ റെസ്പോൺസ് ചെയ്യുന്നത്? രണ്ടാമത്തെ പോർഷൻ, ദ റിയാലിറ്റി, യാഥാർത്ഥ്യം എന്താണ്? ദൈവത്തിൻ്റെ വചനം സൂപ്പർഫിഷ്യലായിട്ടല്ല പോകുന്നത്, യാഥാർത്ഥ്യങ്ങളെ വെച്ചുകൊണ്ടാണ് പോകുന്നത്. വേഴ്സ് 17 to 20, 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ദ റിയാലിറ്റി. 3, ദ റിസൾട്ട്സ്, അതിൻ്റെതായിരിക്കുന്ന ഫലം. ദ റിസൾട്ട്സ്, വേഴ്സ് 21 to 23. ഇന്ന് രാത്രിയിൽ അതിൻ്റെ ഫസ്റ്റ് പോർഷനിലേക്ക് ഞാൻ കടന്നു വരികയാണ്. ദ റെസ്പോൺസ്, വേഴ്സ് 15 and 16. അപ്പോൾ വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവ പൈതലിന്, അല്ലെങ്കിൽ നീതീകരണം പ്രാപിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ 2
വ്യക്തികൾക്ക് അടിമയായി മാറ്റപ്പെടുവാനായിട്ട് സാധിക്കും. 2 അടിമത്വത്തിന് കീഴിൽ വരാൻ പറ്റും. ഏതൊക്കെ അടിമത്വം? വായിച്ചാട് വേഴ്സ് 16, 16-ാമത്തെ വാക്യം. നിങ്ങൾ ദാസന്മാരായി അനുസരിക്കുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്ന് അപ്പൊ അറിയുന്നില്ലേ? എങ്ങനെയാണ് നിങ്ങൾ ദാസന്മാർ, സ്ലേവ്സ് ആകുന്നത്? ആ ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, നിങ്ങൾ ആരെ അനുസരിപ്പാൻ തക്കവണ്ണം നിങ്ങളെ തന്നെ സമർപ്പിക്കുമോ? ശ്രദ്ധിച്ചോണേ. ആരെ അനുസരിപ്പാൻ തക്കവണ്ണം നിങ്ങളെ തന്നെ സമർപ്പിക്കുമോ? കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞ വേർഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കാം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു ആർക്ക് യാഥാർത്ഥ്യം. ആത്മീയമായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം തനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ദൈവത്തിന് വേണ്ടി അധികമായിട്ട് ഒരു വിശുദ്ധിയിലേക്ക് പോകാൻ തക്കവണ്ണം തനിക്ക് താല്പര്യമുണ്ടെങ്കിലും താൻ മനസ്സിലാക്കിയതായിരിക്കും ഒരു സത്യമാണ്, നന്മ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും തിന്മ ഞാൻ എന്നിൽ തന്നെ കാണുന്നു. അപ്പോൾ പൗലോസിൻ്റെ ജീവിതത്തിൽ നന്മ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്, ആത്മീയമായിട്ട് മുൻപോട്ട് കടന്നു പോകുവാനുള്ള താല്പര്യമുണ്ട്. പക്ഷെ തന്നിൽ തന്നെ താൻ കാണുന്നതായിരിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്, തിന്മ ഞാൻ എന്നിൽ തന്നെ കാണുന്നു. അത് എന്ത് ചെയ്യുന്നു? ആ തിന്മ വെറുതെ ഇരിക്കുന്നില്ല, പിന്നെയോ നന്മ ചെയ്യുവാനുള്ള എൻ്റെ താല്പര്യത്തെ അത് എതിർക്കുക ചെയ്യുന്നേ. അപ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഏത് നിമിഷത്തിലും അവർ ഫൈറ്റിങ്ങിലാണ്. നമ്മുടെ പുറമേയുള്ള ജഡവുമായിട്ട് അകത്തുള്ള ഒരു ആത്മീയ മനുഷ്യൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിന് വലിയ സ്ഥാനമൊന്നുമില്ല. സ്ഥാനമെന്ന് പറയുന്നത് നമ്മുടെ ഏതാണ് ബലപ്പെടുന്നത് അതിനനുസരണമായിട്ടായിരിക്കും ഈ മനസ്സ് നയിക്കുവാനായിട്ട് പോകുന്നത്. മനസ്സ് നയിക്കുന്നതിന് അനുസരണമായിട്ടായിരിക്കും ശരീരം ആക്ട് ചെയ്യുന്നത്. നമ്മുടെ ആത്മാവാണ് ബലപ്പെട്ടതെങ്കിൽ നമ്മുടെ മനസ്സ് ആത്മീയമായിട്ട് ബലപ്പെടുവാനിടയായിത്തീരും. അതുകൊണ്ട് സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തെ ആ ആത്മീയത്തിനനുസരണമായിട്ട് ചലിപ്പിക്കുവാനിടയായിത്തീരും. എന്നാൽ ആത്മീയമല്ല, ജഡത്തിനാണ് വിലയെങ്കിൽ ജഡം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന ആഗ്രഹമാണ്. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതെല്ലാം ഈ ലോകത്തിൽ നിന്ന് കടന്നു വരുന്ന കാര്യങ്ങളാണ്. അതിനാണ് നമ്മുടെ ജീവിതത്തിൽ വാല്യൂ എങ്കിൽ, അല്ല നമ്മുടെ സ്പിരിച്വൽ ഭാഗം വീക്കായിരിക്കുന്നുവെങ്കിൽ, ആത്മീയമായിട്ട് നമ്മൾ ബലഹീനമായിരിക്കുമ്പോൾ നമ്മുടെ ജഡമായിരിക്കും നമ്മുടെ സോളിനെ കൂടെ നടത്തുന്നത്. ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ സോള് നിഷ്പക്ഷമായിട്ട് കിടക്കുക. പക്ഷേ ആരാണ് അതിനെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നത്? അതിനനുസരണമായിട്ടായിരിക്കും ആ വ്യക്തി മുൻപോട്ട് കടന്നു പോകുന്നത്. ഇതാണ് സാധാരണയായിട്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമത. ഇവിടെ പഠിപ്പിക്കുന്നൊരു ഭാഗമെന്ന് പറയുന്നത്, നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അപ്പം എന്തുവാ സമർപ്പിക്കുന്നത്? എൻ്റെ ശരീരത്തെ ഞാൻ സമർപ്പിക്കുന്നു, എൻ്റെ ജഡത്തിൻ്റെ ആഗ്രഹത്തെ ഞാൻ സമർപ്പിക്കും, അല്ലെങ്കിൽ ജഡത്തിൻ്റെ ആഗ്രഹത്തിന് അനുസരണമായിട്ട് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇതാണ് വിഷയമെന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യം ഇതാണ്, ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ജഡത്തിൻ്റെ ഇഷ്ടത്തിനനുസരണമായിട്ട് പലപ്പോഴും നമ്മെ അതിനനുസരണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ കൂടെ പലപ്പോഴും വെളിപ്പെടുന്നത് ജഡീയമായിരിക്കുന്ന സ്വഭാവമാണ്, ജഡത്തിൻ്റെ പ്രവർത്തനമാണ് വെളിപ്പെടുവാനിടയായിത്തീരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, നമ്മൾ ജഡത്തിന് നമ്മളെ തന്നെ എപ്പോഴും ഏൽപ്പിച്ചു കൊടുക്കുകയാകുന്നു എങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ആ ജഡത്തിന് അല്ലെങ്കിൽ ജഡ സ്വഭാവത്തിന് ദാസന്മാരാ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സമയത്ത് ഈ ജഡം എന്നെ ഭരിക്കുവാൻ വരത്തില്ല. പക്ഷെങ്കിൽ വെൻ ഐ ആം അഡിക്റ്റഡ് ടു ഇറ്റ്, ഞാൻ അതിന് കീഴ്പ്പെട്ടു കൊടുക്കുമ്പോൾ കൂടെ അതെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തക്കോടെ ഞാൻ അനുവദിച്ചു കൊടുക്കുന്ന ആ സമയത്ത് എന്നിൽ കൂടെ വെളിപ്പെടുന്നതായിരിക്കുന്ന ഒരു വലിയ സത്യമാണ് അതെന്നെ ഭരിക്കുവാൻ ഇടയായിത്തീരുന്നു എന്നുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം.
ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരു 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 കൂടെ കടന്നു വരുമ്പോൾ അതൊരു പക്ഷേ ഒരു മുൻകോപമായിരിക്കാം, അതൊരു പക്ഷേ അസൂയയായിരിക്കാം, അല്ലെങ്കിൽ അതൊരു പക്ഷേ ദ്രവ്യാഗ്രഹമായിരിക്കാം. വാട്ട് എവർ ഇറ്റ് മേ, പലതുണ്ട്. നമ്മുടെ ജഡത്തിൻ്റെതായിരിക്കുന്ന സ്വഭാവങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധവചന ഗലാത്യലേഖനം പഠിപ്പിക്കുന്നത് അത്യാഗ്രഹം, പക, പിണക്കം, ഇതെല്ലാം ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. ഇതെൻ്റെ ജീവിതത്തിൽ വാഴുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ അതെന്നെ നയിപ്പാൻ തക്കവണ്ണം ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അവിടെയാണ് പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കൊരു കാര്യം ചെയ്യുവാൻ പറ്റും. ഇന്ന് ഞാൻ കൃപയ്ക്ക് അധീനനാകയാൽ ഇത് എൻ്റെ ജീവിതത്തിൽ വാഴേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യുക? ഈ കൃപയ്ക്ക് ഞാൻ അധീനനാണെങ്കിൽ തന്നെയും ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ജഡത്തിന് താല്പര്യമുള്ളിടത്തോളം ഞാൻ കൂടുതലും അനുസരിക്കാൻ പോകുന്ന ഏതിനെയാ? ജഡത്തെയാ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വിശുദ്ധവചനം ഇവിടെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ആർക്ക് നിങ്ങൾ ദാസന്മാർ ആകുന്നു എന്നുള്ളത് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ നിങ്ങൾ ഒരു വേർഡ് കൂടെ നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കണം. വായിച്ചാട്ട് അതിൻ്റെ 16-ാമത്തെ വാക്യം വീണ്ടും ഒരിക്കൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നൊരു വേർഡ്. നിങ്ങൾ ദാസന്മാരായി അനുസരിക്കുവാൻ നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചോണേ. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന്, നിങ്ങൾ അണ്ടർലൈൻ ദാറ്റ് വേഴ്സ്, ചെയ്യുന്നവന്. നിങ്ങൾ മനസ്സിലായി, ഇവിടെ ടെർമിനോളജി ഇവിടെ മാറി. എന്തുവാ ടെർമിനോളജി ഇവിടെ മാറി എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിയാൽ കാണുവാൻ സാധിക്കും. ആദ്യം ഇത് എന്തായിരുന്നു? എൻ്റെ ജഡത്തിൻ്റെ ഒരു സ്വഭാവമായി. ശ്രദ്ധിക്കണേ നിങ്ങൾ എന്നോടുകൂടെ. ആദ്യം ഇത് എൻ്റെ ജഡത്തിൻ്റെ ഒരു സ്വഭാവമായിരുന്നു. പക്ഷേ വൺസ് ഞാൻ അതെന്നെ അഡിക്ഷൻ ആക്കിയപ്പോൾ, അല്ലെങ്കിൽ ഐ എം അഡിക്റ്റഡ് ടു ഇറ്റ്, മറ്റു രീതിയിൽ പറഞ്ഞാൽ അതെന്നെ ഭരിക്കുവാൻ തുടങ്ങിയ സമയം മുതൽ അതാരായി മാറ്റപ്പെട്ടെന്ന് അവിടെ പറയുന്നേ. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ദാസന്മാരെ അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ ആരായി? ഒരു പേഴ്സൺ. നിങ്ങൾ ശ്രദ്ധിക്കണേ, സ്പിരിച്വലി ഒരു ഡീപ്പർ ട്രൂത്ത് ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങൾ മനസ്സിലായോ? സാധാരണപ്പെട്ട എൻ്റെ ജഡത്തിൻ്റെ ഒരു ആഗ്രഹം, അത് ഫൈനലി എൻ്റെ ശരീരത്തെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് അതെന്നെ ഭരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുമെങ്കിൽ, ഞാൻ അതിൻ്റെ ദാസനായി മാറ്റപ്പെടുമെങ്കിൽ, ഈ ഭരിക്കുന്നത് ഒരു ക്യാരക്ടർ അല്ല, ഒരാളത്വമാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നേ? മനസ്സിലാക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നേ? ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞു വരാം. അവിടെ പറയുന്നത്, നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ദാസന്മാരായി അനുസരിപ്പാൻ നമ്മളെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നത് എൻ്റെ ജഡത്തിൻ്റെ ഒരു സ്വഭാവമാണ്, ഇല്ലേ? എൻ്റെ ജഡത്തിൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ഈ ആഗ്രഹം ഒരാഗ്രഹമായിരിക്കും, നല്ലതാണ്. വൺസ് ഇൻ എ വൈൽ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെങ്കിൽ ഈ ആഗ്രഹത്തിന് ഒരു പ്രശ്നമുണ്ട്. ആഗ്രഹം എന്ന് പറയുന്നത് അത് 100% എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നെ അടിമയാക്കാനാണ്. അല്ലെങ്കിൽ ആ സ്വഭാവം എൻ്റെ മേൽ വാഴുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. നിങ്ങൾ ജഡത്തിൻ്റെ ഏത് സ്വഭാവം നിങ്ങൾ എടുത്തു നോക്കിയോ, ആ ജഡത്തിൻ്റെ ഏത് സ്വഭാവമാണെങ്കിലും ഒരു പർട്ടിക്കുലർ സമയം വരെ നിങ്ങൾ അതിന് കീഴ്പ്പെട്ടു കൊടുക്കുമെങ്കിൽ, നിങ്ങളെ തന്നെ അതിനുവേണ്ടി സമർപ്പിക്കുന്നുവെങ്കിൽ, ഫൈനലി സംഭവിക്കാൻ പോകുന്നത് അതൊരു വെറും സ്വഭാവം, ഹാബിറ്റായിട്ടല്ല വരാൻ പോകുന്നത്. അത് വരുന്നത് പിന്നെ ഒരു പേഴ്സണായിട്ടാണ്. പേഴ്സൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഈ ജഡത്തിൻ്റെ സകല സ്വഭാവവും എവിടെ നിന്ന് വരുന്നതാ? ദുഷ്ടനിൽ നിന്ന് വരുന്നതാ.
ജഡത്തിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ ദാസൻ ഗലാത്യ ലേഖനത്തിൽ പറയുന്ന ഭാഗം, അത് എൻ്റെ ജീവിതത്തിൽ കൂടെ ആവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ആ ജഡത്തിൻ്റെ സ്വഭാവത്തെ നയിക്കുന്ന ആരുണ്ട്? ഇതിൻ്റെ എല്ലാം നേതാവാരാ? ദുഷ്ടപിശാച്. അപ്പോൾ ദൈവത്തിന് ദൂതന്മാരുള്ളതുപോലെ തന്നെ പിശാചിനും ഏജൻസ് ഉണ്ട്. പലപ്പോഴും ചിലരെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, സ്വർഗത്തിൽ ചെന്നപ്പോൾ ഒരു ആയുധം ഒത്തിരി അധികമായിട്ട് തേഞ്ഞു പോയി. അപ്പോൾ അവിടെ കടന്നു ചെന്ന ദൈവദാസർ ഒരു ആഗ്രഹം തോന്നി, എന്തുകൊണ്ടാണ് ഈ ഒരു ആയുധം മാത്രം ഇത്രയും തേഞ്ഞു പോയത്? അന്നേരം അവിടെ ആ ദൂതൻ ഒരു മറുപടി കൊടുത്തു, ഈ ഒരു ആയുധമാണ് ഏറ്റവും കൂടുതൽ ദൈവമക്കളുടെ മേൽ ഉപയോഗിക്കുന്നത്. ആയുധത്തിൻ്റെ പേരെന്തോന്നറിയാമോ? നിരാശ. കാരണം ഏത് വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് അത് പറ്റും. കാരണം അത് കൂടെ ദാറ്റ് മീൻസ്, ഞാൻ പറഞ്ഞു വന്ന വിഷയമെന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരു പാപത്തിന് ഞാൻ അടിമപ്പെടുമ്പോൾ, പാപം എന്നെ വാഴുവാൻ തക്കവണ്ണം ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാകുന്നു എങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ആ പാപ സ്വഭാവം എന്ന് പറയുന്നത് ഒരു പേഴ്സണായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ, മറ്റൊരു നല്ല മലയാളത്തിൽ പറഞ്ഞാൽ, ആ സ്വഭാവം എന്ന് പറയുന്നത് ഒരു ഡെവിളാണ്. അങ്ങനെയാണെങ്കിൽ ഒരു അഡിക്ഷൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആ ഡെവിളിന് സ്ഥലം കൊടുക്കുക, നമ്മുടെ ലൈഫിൽ നമ്മൾ സ്ഥാനം കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, പിശാചിന് ഇടം കൊടുക്കുന്നുവെങ്കിൽ, ഇതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ദാസൻ ഇപ്രകാരം പറഞ്ഞത്, പിശാചിന് നിങ്ങൾ ഇടം കൊടുക്കരുത്. ദാറ്റ് മീൻസ് വാട്ട്? വീണ്ടും ജന്മം പ്രാപിച്ചുവെന്ന പറയപ്പെടുന്ന ദൈവ പൈതലിന് അവരുടെ ജീവിതത്തിലേക്ക് പിശാചിനെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. അത് പോസിബിൾ ആയിരിക്കുന്ന കാര്യമാണ്. അപ്പം എന്ത് സംഭവിക്കുന്നു? അത് ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിച്ചോണേ, പിശാച് അല്ലെങ്കിൽ ഒരു സ്വഭാവം നിങ്ങളുടെ ഉള്ളിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ആ സ്വഭാവത്തിന് നിങ്ങൾ അടിമയായി തീർന്നിട്ടുണ്ടെങ്കിൽ, അവർ ഒറ്റ സ്വഭാവം കൊണ്ട് നിങ്ങൾ നിൽക്കത്തില്ല. അത് അടുത്ത ഡെവിളിനെയും കൂടെ വിളിച്ചുകൊണ്ട് വരും. നിങ്ങൾ കണ്ടിട്ടില്ലേ, പൈസ ഇല്ലാത്തവർക്ക് വളരെ പെട്ടെന്ന് ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടായി. പിന്നീട് അവരുടെ പ്രശ്നമെന്ന് പറയുന്നത്, ഈ കൊടുക്കപ്പെട്ടതായിരിക്കുന്ന പൈസയ്ക്ക് വേണ്ടി ഒരു വീണ്ടും അധ്വാനിക്കാൻ തുടങ്ങുന്നു. അതാണ് ഒരു രീതിയിൽ ദ്രവ്യാഗ്രഹത്തിലേക്ക് അവരെ നടത്തുന്നത്. അതോടുകൂടി എന്തെല്ലാം കിട്ടും? കൂട്ടുകാരെയും കിട്ടും, കള്ളും കിട്ടും, ബാക്കി സകലതും കൂടെ പോരും. എന്തുവാ സംഭവിക്കുക? ഒന്ന് മറ്റൊന്നിനെ വിളിച്ചുകൊണ്ടുവരും. ദൈവമക്കൾ വളരെ സൂക്ഷ്മതയോടുകൂടെ ആയിരിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസൻ. അപ്പോൾ രണ്ട് ദാസന്മാരെ അവിടെ കാണുന്നുണ്ട്, രണ്ട് യജമാന്മാരെ അവിടെ കാണുന്നുണ്ട്. ഒന്ന് പാപം ആകുന്ന യജമാനൻ. നോട്ട് ചെയ്താട്ട്, sin as a master. sin as a master. സിൻ എന്ന് പറയുന്നത് മറ്റൊരു പേര് കൊടുക്കുവാൻ സാധിക്കും, സൈറ്റൻ ആസ് എ മാസ്റ്റർ. പിശാച് ഒരു യജമാനൻ. അല്ലെങ്കിൽ രണ്ട്, ഗാഡ് ആസ് എ മാസ്റ്റർ. ദൈവം ഒരു യജമാനൻ. ദൈവം ഒരു യജമാനൻ. രണ്ട് യജമാനന്മാർ നമ്മളെ ഭരിക്കുവാനിടയായി തീർന്നാൽ, ആ ഏത് യജമാനാണ് നമ്മളെ ഭരിക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും ഫലമുണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നത് വായിച്ചേട്ടെ. അതിൻ്റെ 16-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ പോർഷൻ. ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ
ദാസനാകുന്നു എങ്കിൽ അതിൻ്റെ അനന്തര ഫലമെന്ന് പറയുന്നത് എന്തുവാ? മരണം, ഡെത്ത്. ആരോടായി പറയുന്നേ? ആരോടായി പറയുന്നേ? വിശ്വാസികളോട്, വീണ്ടും ജന്മം പ്രാപിച്ചവരോട്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം സത്യമാണ്, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വേർപെട്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എങ്ങോട്ട് പോകത്തില്ല? മേളിലോട്ട് പോകത്തില്ല. മേളിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്തോ വേണം? ഞാൻ പ്രാപിച്ചതാർക്ക നീതീകരണത്തിൽ ഞാൻ ജീവിക്കണം. പ്രസൻറ്റ് റൈച്ചസ്നെസ് എന്ന് പറയുന്നതാണ്, ഞാൻ അന്ന് പറയുണ്ടായി, സാങ്ക്ടിഫിക്കേഷൻ. പാസ്റ്റ് റൈച്ചസ്നെസ് എന്ന് പറയുന്നതാണ് നമ്മൾ രക്ഷയിലേക്ക് നമ്മളെ നടത്തിയെന്നുള്ള കഴിഞ്ഞ കാല ക്രിയ. അതാണ് സാൽവേഷൻ, സേവ്ഡ്. പക്ഷേ ഇപ്പോൾ ഞാൻ നീതിയിൽ നടക്കുന്നു എന്ന് പറയുന്നതാണ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ഞാൻ മുൻപോട്ട് ഇവിടെ പറയുന്നത്, ഞാൻ ആ വിശുദ്ധീകരണത്തിൽ ഞാൻ നടക്കുന്നില്ല എങ്കിൽ അതിൻ്റെ പരിണിത ഫലമെന്ന് പറയുന്നത് എന്തുവാന്ന് അവിടെ പറയുന്നത്? മരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലായിക്കോണേ, നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ജീവനോടെ നമ്മളായിരിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ സൂക്ഷിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ മേളിലോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അടക്കത്തിൻ്റെ സമയത്ത് ആരെ നോക്കിയിട്ട് പറയാൻ പറ്റും? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ആയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു മനുഷ്യന് പോലും പറയാൻ പറ്റത്തില്ല സെൽഫായിട്ട്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ പറയും, ഓ ആ മനുഷ്യൻ അങ്ങ് സ്വർഗത്തിൽ പോയെന്ന്. പക്ഷേ സ്വർഗത്തിൽ പോയെന്ന് എനിക്കും എൻ്റെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. കാരണം നമ്മൾ അളക്കുന്ന ഒരളവല്ല സ്വർഗത്തിലെ ദൈവം അളക്കുന്നത്. പിന്നീട് എന്താ വിഷയം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ പ്രസൻറ്റ് റൈച്ചസ്നെസ്സിൽ ഞാൻ ജീവിക്കേണ്ടത് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞാൻ പാപത്തിന് അടിമപ്പെടാതെ വണ്ണം ഞാൻ ദൈവത്തിൻ്റെ വകയാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരു വിശുദ്ധീകരണത്തിലായിരിക്കണം മുൻപോട്ട് കടന്നു പോകേണ്ടത്. ഒരു വിശുദ്ധിയായിരിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞു, 15-ാമത്തെ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചേ. എന്നാൽ എന്ത് ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ നാം പാപം ചെയ്യുക എന്നോ? എന്തുകൊണ്ട് പൗലോസ് ഇവിടെ ഈ വേർഡ് പറഞ്ഞു? നാം ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ. എന്താണ് ഇതിൻ്റെ റീസൺ? പ്രധാനമായിട്ട് 3 കാരണങ്ങളെ ഞാൻ ആ ഭാഗത്ത് ചൂണ്ടിക്കാണിക്കുക. ഒന്നാമത്തെ ഭാഗം, നാം പാപം ഒരു നാളും അരുത് എന്ന് പറയുവാൻ കാരണം വേഴ്സ് നമ്പർ 6, 6-ാമത്തെ വാക്യം. റോമൻസ് 6:6. നാം ഇനി പാപത്തിന് അടിമപ്പെടാത്തവണ്ണം. ശ്രദ്ധിച്ചോണേ ആ വേർഡ്, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം. നെക്സ്റ്റ്, പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന്. അതൊരു യാഥാർത്ഥ്യമാണ്. എനിക്കും നിങ്ങൾക്കും മനസ്സിലായിട്ടുള്ളൊരു സത്യമാണ്. ഞാനും നിങ്ങൾ കൂടെ കൂടെ പറയപ്പെടുന്ന ആർക്കും ഒരു സത്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു നാളും പാപം ചെയ്യരുത്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ 15-ാമത്തെ വേർഡ്. ആകയാൽ എന്ത്, എന്നാൽ എന്ത്, ന്യായപ്രമാണത്തിൽ കൃപയ്ക്കത്രേ അധീനരാകയാൽ നാം പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ പാപം ചെയ്യുന്നോ ഒരു നാളും അരുത്. ഒരു നാളും അരുത് എന്ന് പറയുവാനുള്ള ഒന്നാമത്തെ കാരണമാണ് ഇതിൻ്റെ 6-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുന്നത്. അവിടെ പഠിപ്പിക്കുന്നത് എന്ത് പറ്റി? എൻ്റെ പാപ ശരീരത്തിന് നീക്കം വന്നു. അപ്പോൾ ഒരു യാഥാർത്ഥ്യമാണ് എൻ്റെ പാപ ശരീരത്തിന് നീക്കം വന്നു എന്നുള്ളത്. അത് എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവക്രൂശിലെ മരണത്തെ കണ്ടുകൊണ്ട് ഞാനും മനസ്സിലാക്കിയ ഒരു സത്യമാണ്, എൻ്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു.
ഇനിയും ജീവിക്കുന്നത് ഞാനല്ല. അപ്പൊ ഒന്നാമത്തെ കാരണം, പാപം ചെയ്യരുതെന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത്, ദൈവം നമ്മുടെ പാപ ശരീരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു എന്നുള്ളതാ. നമ്മൾ അതിന് അടിമയാകണമെന്നല്ല. വേഴ്സ് 11 വായിച്ചാട്ടെ. വേഴ്സ് 11. ആ വണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് അതാണ് നമ്മൾ എണ്ണേണ്ടത് കാര്യം. നമ്മുടെ ലൈഫിൽ നമ്മൾ കൗണ്ട് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം, നിർണയിക്കണം. ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ചിന്ത ഉണ്ടാകുന്നത് വളരെ ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, വീണ്ടും വായിച്ചാട്ട് അതിൻ്റെ 15-ാമത്തെ വാക്യം. എന്നാൽ എന്ത്, ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ നാം പാപം ചെയ്യുക എന്നോ ഒരു നാളും അരുത്. അപ്പൊ എന്താണ് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്? വി ആർ നോ മോർ അണ്ടർ ലോ, ബട്ട് വി ആർ അണ്ടർ ഗ്രേസ്. നാം കൃപയ്ക്കാണ് അധീനരായിരിക്കുന്നത്. നാം കൃപയ്ക്ക് അധീനരായതുകൊണ്ട് ഐ കാണ്ട്. നമ്മൾ പലപ്പോഴും പല പൊസിഷനിൽ, നിങ്ങൾ ഓഫീസിലായിരിക്കുമ്പോൾ ആ ഓഫീസ് പൊസിഷന് വിരുദ്ധമായിട്ടൊരു കാര്യം നിങ്ങളെടുത്ത് ചെയ്യാനായിട്ട് പറയുമ്പോൾ നിങ്ങൾ അവരോട് മുഖത്ത് നോക്കി പറയുന്നൊരു കാര്യമുണ്ട്, ഐ കാണ്ട്. എന്താ പറയാനുള്ള കാരണം എന്നാണെന്നറിയാമോ? നിങ്ങളെ ഏൽപ്പിച്ച ജോലിയിൽ നിങ്ങൾ അവിടെ വിശ്വസ്തനായിട്ടായിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് വിരുദ്ധമായിട്ടൊരു പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇത് തന്നെയാണ് ഇവിടെ ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നത്. ഞാനിപ്പോൾ കൃപയ്ക്കാണ് അധീനരായിരിക്കുന്നത്. ആ കൃപ എൻ്റെ മേൽ കടന്നു വന്നിരിക്കുമ്പോൾ ആ കൃപ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു. ആ കൃപയാണ് എന്നെ പൂർണ്ണമായിരിക്കുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുന്നത്. അതുകൊണ്ട് എന്താ വിഷയം എന്ന് പറയുന്നത്? എനിക്കിനി ഒരു അടിമത്വത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. ആ ഒരു വലിയ ചിന്തയാണ് നമ്മളുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത്. മൂന്നാമത്തെ കാരണം, വി കനോട്ട് സെർവ് ടു മാസ്റ്റേഴ്സ്. രണ്ട് യജമാന്മാരെ സേവിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇവിടെ രണ്ട് യജമാനന്മാരാണ് ഉള്ളത്. ഒന്ന് മരണത്തിനായി പാപം ആകുന്ന യജമാനൻ, രണ്ട് നീതിക്കായിട്ട് ദൈവമാകുന്ന യജമാനൻ. ഈ രണ്ട് യജമാന്മാരെ നമ്മൾ കാണുമ്പോൾ ഈ രണ്ട് യജമാനന്മാരെയും നമുക്ക് ഒരുമിച്ച് സേവിക്കാനായിട്ട് പറ്റത്തില്ല. ഞാൻ ഇന്ന് ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ലൈഫിനെ വളരെ ചിന്തിപ്പിച്ചതായിരിക്കുന്നൊരു ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 24. മത്തായി 6:24 വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാക്യമാണ്. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ കർത്താവായ യേശുക്രിസ്തു പറയപ്പെടുന്ന ഒരു വേർഡാ. നിങ്ങൾക്ക് രണ്ട് യജമാന്മാരെ സേവിപ്പാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. അതൊരു യാഥാർത്ഥ്യമായിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ പാപമാകുന്ന യജമാനെയും ദൈവമാകുന്ന യജമാനെയും ഒരുമിച്ച് നിങ്ങൾക്ക് സേവിക്കാനായിട്ട് എനിക്കും പറ്റത്തില്ല. പിന്നീട് എന്തേ പറ്റത്തുള്ളൂ എന്ന് കർത്താവായ യേശു പറയുന്നുണ്ട്. വായിച്ചേ അതിന് അടുത്ത പോർഷൻ. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച്. അപ്പൊ ഒന്നുകിൽ എന്ത് ചെയ്യണം? ഒരുവനെ പകയ്ക്കണം. രണ്ട്, മറ്റവനെ സ്നേഹിക്കണം. അതായിരിക്കണം ഒന്നാമത് സംഭവിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ ദൈവമക്കളാകുന്ന നമുക്ക് ദൈവത്തെ പകച്ച് പാപത്തെ സ്നേഹിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പാപം ചെയ്യുമെന്നുള്ളത് സത്യമാണെങ്കിൽ തന്നെയും ദൈവത്തെ പകയ്ക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധ്യമല്ല. ദൈവത്തെ പകച്ചുകൊണ്ടൊരു പ്രവൃത്തി പാപം ചെയ്യുന്നുള്ള സത്യമായ കാര്യമാണ്. പക്ഷെങ്കിൽ രണ്ടാമത് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതാ നമ്മളുമായിട്ട് വളരെ കണക്റ്റഡാ. ആ വേർഡ് ഒന്ന് വായിച്ച് ഞാൻ അടുത്തത്. അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കുക. നമ്മളെല്ലാം ചെയ്യുന്നേ. ഒരുത്തനോട് പറ്റിച്ചേർന്ന് ഇതാ ചെയ്യുന്നേ അല്ലേ? പാപം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, പാപത്തിൻ്റെ സ്വഭാവം നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ
ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞ വേർഡ് ഞാൻ വീണ്ടും ആവർത്തിക്കുക. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലായോ? പാപം മുൻപിൽ കടന്നു വരുമ്പോൾ മരിച്ചാലും വേണ്ടില്ല ഞാൻ പാപം ചെയ്തിട്ടുള്ള നമ്മൾ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. സത്യമല്ലേ? ലൈഫുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി ഒന്ന് പറ. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് പാപം നമ്മൾ ചെയ്യും, തുടക്കത്തിൽ തന്നെ ചെയ്യും, പിന്നെ അവസാനം വരെ നോക്കിയിരിക്കുന്നില്ലേ? ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്, ഞാൻ അങ്ങനെ പാപം ചെയ്യുമ്പോൾ ദൈവത്തെ ഞാൻ പകയ്ക്കുന്നില്ല എങ്കിലും മറ്റൊന്ന് ഞാൻ ചെയ്യുകയാണ്, ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കുക, ഡിസ്പൈസ് ചെയ്യുക. ഈ വേർഡിനൊക്കെ ബിബ്ലിക്കൽ വളരെ മീനിങ് ആണ് കേട്ടോ. ഡിസ്പൈസ് എന്നുള്ളൊരു വേർഡ് എൻ്റെ മനസ്സിൽ വരുമ്പോൾ ഞാൻ ആദ്യം കാണുന്ന ഒരു വ്യക്തിയാണ് ഏശാവ്. എന്തുവാണെന്നറിയാമോ? ഒരു ചുവന്ന പായസത്തിന് വേണ്ടി ഏശാവ് തൻ്റെ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി ഡിസ്പൈസ് ചെയ്തു. ഒന്നിനോട് പറ്റിച്ചേർന്നു, മറ്റതിനെ നിരസിച്ചു. വ്യക്തിപരമായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എനിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന, നമ്മുടെ ലൈഫിൽ കൂടെ കാണാൻ പറ്റുന്ന, ഇന്ന് വൈകിട്ട് ഞാൻ ഈ ബൈബിൾ ഈ വാക്യം വായിച്ചപ്പോഴാണ് ഇത്രയും ഒരു ക്ലാരിറ്റിയിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോയത്. അന്നേരം എന്നോട് ചോദിച്ചു, നീ ഇത് തന്നെയല്ലേ ചെയ്യുന്നെന്ന് ചോദിച്ചു. എന്ത് ചെയ്തു? ഒരുത്തനോട് ഞാൻ പറ്റിച്ചേർന്നു, പാപത്തിൻ്റെ സ്വഭാവത്തോട് ഞാൻ പറ്റിച്ചേർന്നു. അതെൻ്റെ ലൈഫിൽ എനിക്ക് വളരെ വിലപ്പെട്ടതായി. ഈ ചുവന്ന പായസം കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന് വരെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഏശാവിന് തോന്നി. ഒറ്റ നേരത്തെ ആഹാരം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പാപം ചെയ്യുവാനുള്ള പ്രേരണ കടന്നു വരുമ്പോൾ, എന്നെയും നിങ്ങളെ അതിനുവേണ്ടി ടെംപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏശാവിൻ്റെ അതേ സ്വഭാവമാണ് എനിക്കും നിങ്ങൾക്കുള്ളത്. നമുക്ക് കള്ളത്തരമൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. റിയലായിട്ട് നോക്കിയാൽ ഞാനും നിങ്ങളും, എനിക്കും നിങ്ങൾക്കും കുറ്റപ്പെടുത്താൻ പറ്റും ഏശാവിനെ. പണ്ടേതോ ഒരു ദൈവദാസൻ, ഞാനായിരുന്നൊരു മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞു, ഇപ്രകാരം അദ്ദേഹം പ്രസംഗിച്ചു, ഇസ്രായേൽ മക്കളെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ ഇത്രയും അനുഗ്രഹം പ്രാപിച്ചിട്ട് ഇവരെന്ത് വൃത്തികേടാ കാണിച്ച്. ഈ ദൈവദാസന് ആ മെസ്സേജ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ എന്നോട് തന്നെ ഞാൻ ചോദിച്ചു, നിന്നെ ദൈവം നിന്നെ നടത്തി മുൻപോട്ട് കൊണ്ടുപോന്നിട്ട് വെള്ളമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ട് നിന്നെ നിർത്തിയിട്ട് നിൻ്റെ ചുറ്റുപാടും പാറക്കെട്ടുകൾ മാത്രമേ കാണുന്നുള്ളെങ്കിൽ നിൻ്റെ കുഞ്ഞുങ്ങൾ ദാഹം കൊണ്ട് ഭാരപ്പെടുമ്പോൾ നീ എന്തോ ചെയ്യുമെന്ന് ചോദിച്ചു. എന്തോ ചെയ്യും? ഞാൻ പറഞ്ഞ, കർത്താവേ, അവരെന്നെക്കാൾ നല്ലവരാ. നമ്മൾ കുറ്റപ്പെടുത്തും. വ്യക്തിപരമാർക്ക് നമ്മുടെ പൊസിഷനിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ നമ്മളെക്കാളും ഒത്തിരി നല്ല ആൾക്കാരാണ്. സാഹചര്യത്തിലേക്ക് കടന്നു വരുമ്പോഴാ നമ്മുടെ ഇതൊന്നുമില്ലെങ്കിൽ നമ്മളെന്ത് വേണ്ടി പിറക്കും. സഹോദരിമാരോട് ചോദിച്ചാൽ അറിയാം. കിച്ചണിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വരുന്ന വാക്കുകൾ എന്തൊക്കെയാണെന്ന് അവർക്കേ അറിയത്തുള്ളൂ. സഹോദരന്മാർക്ക് അത്രയും വലിയ കുഴപ്പമില്ല. സഹോദരിമാരെ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ. ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് പറഞ്ഞ ഇതാണ്, പല സന്ദർഭങ്ങളിലും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, രണ്ട് യജമാന്മാരെ സേവിപ്പാൻ നമുക്ക് സാധിക്കത്തില്ല എന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞപ്പോൾ യേശു ഒരു യാഥാർത്ഥ്യമാണ് കൊണ്ട് മുൻപിൽ വെച്ചത്.
നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ മുൻപിൽ കടന്നു വരികയാണെങ്കിൽ ഏതിനെ നിങ്ങൾ അനുസരിക്കുമോ അവരോടായിരിക്കും നിങ്ങൾ പറ്റിച്ചേരുന്നത്. ഏതിനെ നിങ്ങൾ തള്ളിക്കളയുമോ അവരെ ആയിരിക്കും നിങ്ങൾ നിരസിക്കുന്നത്. ഇത് തന്നെയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം. ലൂക്ക് 16:13, 16:13. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ഒരു ഭൃത്യനും കഴിയുകയില്ല. അവൻ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും. നിങ്ങൾ അണ്ടർലൈൻ ചെയ്തോണേ ആ ഒരു വേർഡ്. നിങ്ങൾ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ. ആദ്യത്തെ നമ്മളുമായിട്ടൊരു ഒരു പക്ഷെങ്കിൽ ബന്ധം കാണത്തില്ല. പക്ഷേ രണ്ടാമത് 100% നമ്മളെല്ലാവരുമായിട്ട് വളരെ യോജിച്ചിരിക്കുന്നൊരു വിഷയമാണ്. ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഞാനും നിങ്ങളും നിൽക്കുന്നതായിരിക്കുന്ന ഈ കൃപായുഗത്തിൽ അനേകരുടെ ജീവിതത്തിൽ ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്നതായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് പാപമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കൃപയെ അവരെന്തിലേക്ക് മാറ്റി? വായിച്ചോ യൂദായുടെ ലേഖനം 4-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് ജൂഡ് വേഴ്സ് 4. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ നിങ്ങൾ ശ്രദ്ധിച്ചു ആ വേർഡ്? ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി. അപ്പോ ആ ദൈവത്തിന്റെ കൃപ എന്തിനു വേണ്ടി യൂസ് ചെയ്യാൻ ദൈവം ആഗ്രഹിച്ചതാ? ദൈവത്തിന് വേണ്ടി ഇല്ലേ? പക്ഷെങ്കിൽ ആ ദൈവത്തിൻ്റെ കൃപയാണ്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആ കൃപയുടെ മറവിലാണ് ദുഷ്കാമവൃത്തി മുഴുവൻ നടക്കുന്നത്. ആരെക്കുറിച്ചാണ് പറയുന്നത്? താഴോട്ട് വായിച്ചോ. ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്, തുടക്കം നല്ലതായിരുന്നു. ഒരു പാപത്തിന് അവർ അടിമപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇന്നവരുടെ ലൈഫ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, അവരെന്ത് ചെയ്യുന്നു? അവർ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നവരാണ്. 2, അൺഗോഡ്ലിയാണ്, അഭക്തനാണ്. നിങ്ങൾ മനസ്സിലായിക്കോണേ, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അവൻ അൺഗോഡ്ലി ആകുന്നതാണ് ബാക്കി സകലതും കയറി വരാൻ കാരണം. യേശാവ് ജ്യേഷ്ഠാവകാശം വിറ്റതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? അവൻ അഭക്തനായിരുന്നു, ഭക്തിയില്ലാത്തവനായിരുന്നു. യഥാർത്ഥമായിട്ട് ഭക്തി നഷ്ടപ്പെടുമ്പോൾ അതാണ് നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്നത്. വായിച്ചു ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 20 വേഴ്സ് 30. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 20 വേഴ്സ് 30. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? ശിഷ്യന്മാരെ വരെ. അപ്പോൾ അവരുടെ ബേസിക് നീഡ് എന്തായിരിക്കും എന്നറിയാമോ? നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചോണേ, ഏതെങ്കിലും ഒരു ലീഡർ അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി നിങ്ങളെ അവരുടെ ഭാഗത്തേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബിവെയർ ദാറ്റ് ലീഡർ. അതൊരു നല്ല ലീഡറല്ല. ഞാൻ ആത്മീയത്തിൽ വന്നപ്പോൾ എന്നെ കർത്താവ് പഠിപ്പിച്ചൊരു വലിയ പാഠമുണ്ട്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മലമേലുള്ള പ്രസംഗത്തിൽ യേശു പറയുന്നത്, നിങ്ങൾ ഒരുവനെ മതത്തിൽ ചേർക്കുവാൻ കരയും കടലും താണ്ടി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യർ ആക്കുന്നു. ആര്?
ആരാ? കരയും കടലും താണ്ടി നടന്ന് ഈ പാവങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നവര് ആ ദൈവദാസന്മാര് തന്നെയാണ് അവരെക്കാൾ ഇരട്ടിച്ച് നരകയോഗ്യരാക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, സഭയിലെ ഗ്രൂപ്പിസം ഇസ് വാട്ട്? ശാന്തമായിട്ട് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് പറ, ഒരുവനെ ആത്മീയനാക്കുന്നോ അതോ അവനെ ജഡിയനാക്കുന്നോ? ആര്? ഒരു രീതിയിൽ ചിന്തിച്ചാൽ ദ ലീഡേഴ്സ് ഓഫ് ദ ചർച്ച്. അന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ ഒരു ലെവലിലേക്ക് നീ പോകരുത്. ഇതൊരു താണ അവസ്ഥയാണ്. അപ്പൊ എന്തുവാ ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത്? എന്ത് സംഭവിക്കുന്നു? ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയാനായിട്ട് ഉപദേശം, ശരിയായ ഉപദേശമല്ലാത്ത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ, ഇവരെല്ലാം എവിടെ നിന്ന് വരുന്നതാ? കൃപയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ മക്കൾ യഥാർത്ഥമായിട്ട് സ്വതന്ത്രരായി ജീവിപ്പാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ ഒരു വേർഡ് നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ നടത്തുന്ന ഒരാൾ നിങ്ങളെ അടിമയാക്കുന്നുവെങ്കിൽ beware that leader. ഒരിക്കലും ആ നേതാവ് നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കത്തില്ല, പകരം മറ്റൊരിടത്തെ കൊണ്ടുപോകത്തുള്ളൂ. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം നമ്മൾ പഠിക്കുമ്പോൾ സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ സ്വാതന്ത്ര്യം തരുന്നത് ഒരുവനും മാത്രമേ ഉള്ളൂ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രം. ഞാനൊരു ദിവസം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, ചില സന്ദർഭങ്ങളിൽ കണ്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ദൈവത്തോട് ചോദ്യം ചോദിച്ചു. ഞാൻ കൂടെ ദൈവത്തോട് ഇങ്ങനെ സംസാരിക്കും. ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ദൈവമേ, വാട്ട് ഈസ് എ ട്രൂ ഫ്രീഡം? യഥാർത്ഥമായിട്ട് സ്വാതന്ത്ര്യം എന്തുവാ? ഞാൻ ദൈവത്തോട് ഈ ചോദ്യം ചോദിക്കാൻ കാരണമുണ്ട്. പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് എന്നെ നീ വിടുവിച്ചു. ഞാനിപ്പം ദൈവത്തിൻ്റെ അടിമയാണ്. ഞാൻ സ്റ്റിൽ ഐ ആം എ സ്ലേവ്. എൻ്റെ അന്നത്തെ ആ പൊട്ട മനസ്സുകൊണ്ട് ഞാൻ ചോദിച്ചു ചോദ്യമാണ്. ഒരടിമത്വത്തിൽ ഞാൻ ഇറങ്ങി, ഇപ്പം ഞാൻ അടുത്ത അടിമത്വം. അന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോടൊരു കാര്യം പറഞ്ഞു. എന്നോട് പറഞ്ഞു തന്നത്, ഡു യു നോ വാട്ട് ഈസ് ദ റിയൽ ഫ്രീഡം? എന്നിട്ട് ദൈവം നമ്മുടെയൊക്കെ നിങ്ങളിൽ നിന്നത് കണ്ടിട്ടില്ല. പണ്ട് ഈ കൊല്ലന്മാരെ കൊണ്ടാണ് വീടിന് പൂട്ടുണ്ടാക്കുന്നത്. ഇന്ന് കൊല്ലന്മാരും ഇല്ല, പൂട്ടുമില്ല. അപ്പോൾ വലിയ ഒരു അടി കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു തണ്ടായിരിക്കും കീ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പണ്ട് അറയും പേരെയൊക്കെ ഒന്ന് തുറക്കുന്നൊക്കെ കണ്ടിട്ടുള്ളവരൊക്കെ ഭാഗ്യവാന്മാരാ. ഇനിയൊന്നും കാണാനും പറ്റത്തില്ല. ഞാൻ ചെന്നിട്ട് ഈ കീ എടുത്ത് ഞാൻ ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കുക. എന്ത് നോക്കിയിട്ടും അതങ്ങോട്ട് ഓപ്പൺ ആകുന്നില്ല. അന്ന് സാധാരണ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ആദ്യം പോയി ശലം വെളിച്ചെണ്ണ എടുത്തുകൊണ്ട് വരും. ആ വെളിച്ചെണ്ണയ്ക്കകത്ത് കീ ഒന്ന് മുക്കും. എന്നിട്ട് ആ താഴിനകത്ത് ഒരല്പം എണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും തിരിക്കും. എന്നിട്ട് ഒരല്പസമയം കഴിയുമ്പോൾ സംഭവം അതങ്ങ് തുറക്കും. അപ്പോൾ ഞാനൊരു വേർഡ് പറഞ്ഞു, ഇറ്റ് ഈസ് ഫ്രീ. അന്നേരം ദൈവനോട് ചോദിച്ചു, വാട്ട് ഫ്രീഡം ഇറ്റ് ഗാഡ്? ഒന്ന് അത് ബന്ധിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് തിരിച്ചു തുറന്നെങ്കിലും വീണ്ടും അതിന് എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ. വീണ്ടും അതേപോലെ തന്നെ പ്രവർത്തിക്കാൻ പോകുന്നേ.
അന്ന് ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ ദൈവത്തിൻ്റെ പർപ്പസിൽ നിൽക്കുന്നതാണ് ദ റിയൽ ഫ്രീഡം. ബാക്കി മുഴുവൻ ബന്ധനമാണ്. നിങ്ങൾ മനസ്സിലായോ? ആ കീയെക്കുറിച്ച് ഒരു പർപ്പസുണ്ട്. ആ പർപ്പസ് എന്ന് പറയുന്നത് അത് ലോക്ക് ചെയ്യുമ്പോൾ ലോക്കാകണം, ഓപ്പൺ ചെയ്യുമ്പം ഓപ്പൺ ആകണം. അതങ്ങനെ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ഞാൻ പറയും അത് കേടായെന്ന് പറയും. പക്ഷെങ്കിൽ ആ കീയുടെ ഫ്രീഡം എന്ന് പറഞ്ഞത് അതിനെ ഉണ്ടാക്കിയവൻ്റെ പർപ്പസിനനുസരണമായിട്ട് മൂവ് ചെയ്യുന്നതാണ്. ദൈവമക്കൾ മനസ്സിലാക്കണേ, സ്പിരിച്വൽ ഫ്രീഡം എന്ന് പറയുന്നതാ നമ്മെ ഉണ്ടാക്കിയവൻ്റെ പർപ്പസിനനുസരണമായിട്ട് മുൻപോട്ട് പോകുന്നതാണ് ദ റിയൽ ഫ്രീഡം. എല്ലാ കണ്ണുകളും അടച്ച് കർത്താവിൻ്റെ പരിശുദ്ധ മുഖത്തേക്ക് നോക്കി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്കൊന്ന് കടന്നില്ല. ഇന്ന് രാത്രിയിൽ ദൈവത്തിന് പറയുവാനുള്ളൊരു കാര്യമുണ്ടായിരുന്നു. ദൈവം നമ്മോട് പറയുന്നൊരു കാര്യം, ന്യായപ്രമാണത്തിനല്ല ജന്മകൃപയ്ക്കത്ര അധീനരാകിയാൽ നാം പാപം ചെയ്യുമെന്നോ ഒരു നാളും അരുത്. ഇന്ന് രാത്രിയിൽ ദൈവത്തോടൊന്ന് പറയാമോ, കർത്താവേ, നീ ഞങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ഒരു പാപത്തിന് വൺസ് ഇൻ എ വൈൽ പാപം കടന്നു വരുന്നതല്ല, അതൊരു അഡിക്ഷനാക്കി ഒരു സ്വഭാവമായിട്ട് എന്നെ വാഴുവാൻ ഒരിക്കലും അനുവദിക്കരുത്. ഇന്ന് രാത്രി ഒന്ന് ദൈവത്തോട് ദൈവത്തിന് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവന് നിങ്ങൾ ദാസന്മാരാകുന്നുവല്ലോ. ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ. ഒന്ന് ശാന്തമായിട്ട് ചിന്തിക്കുമോ? വേർ വി സ്റ്റാൻഡ്. എൻ്റെ നിങ്ങളുടെ പൊസിഷൻ എന്തായിരിക്കുന്നു? വീണ്ടും ജന്മം പ്രാപിച്ചവരെന്ന് ഞാൻ നിങ്ങളും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ച് കാണുവാൻ ആഗ്രഹിക്കുന്നത് സഭയിൽ 10 പേരെ അല്ല, ദൈവത്തിന് കാണുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധൻ ഇനി തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തോടൊന്ന് പറയുമോ, കർത്താവേ, പാപം എന്നെ ഭരിക്കാതെ വണ്ണം, പാപം എന്നെ അടിമപ്പെടുത്താതെ വണ്ണം, പാപത്തിന്മേൽ ജയമെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ തന്നിരിക്കുമ്പോൾ, കർത്താവേ, ഈ ശരീരം പാപത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ദൈവകൃപയ്ക്ക് അനുസരണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുവാൻ എന്നെ തന്നെ സമർപ്പിക്കും ദൈവത്തോടെന്ന് പറഞ്ഞാട്ടോ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്